أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ബർസഖിയായ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ ഖുതുബകളിൽ നാം ചർച്ച ചെയ്ത് പോരുകയാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണവും ബർസഖിയായ ജീവിതവും കഴിഞ്ഞാൽ പിന്നീട് അന്ത്യദിനം എന്ന് പറയുന്നതും പുനരുത്ഥാന നാളെന്ന് പറയുന്നതും ഒരു വിശ്വാസിയുടെ വിശ്വാസപരമായ ജീവിതത്തിൻ്റെ മാറ്റുകൂട്ടുന്ന, വിശ്വാസിയുടെ ജീവിതത്തെ വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ജീവിത കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. ഇത് നശ്വരമാണ് എന്നും അനശ്വരമായ ലോകം മരണാനന്തരം വരാനിരിക്കുന്നതാണ് എന്നതുമാണ് നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കുന്നിടത്തും ശുദ്ധീകരിക്കുന്നിടത്തും നമ്മുടെ വലിയ പ്രചോദനമായി പലപ്പോഴും നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഏവർക്കും അവധിയുണ്ട്, എല്ലാവർക്കും അവധിയുണ്ട്, ആയുസ്സുണ്ട്. സസ്യങ്ങൾക്കുണ്ട്, വൃക്ഷങ്ങൾക്കുണ്ട്, മൃഗങ്ങൾക്കുണ്ട്, മനുഷ്യർക്ക് അവധിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതെല്ലാം നിലകൊള്ളുന്ന ഈ പ്രപഞ്ചത്തിനും ഒരവധിയുണ്ട്. മനുഷ്യർ മരിക്കും എന്നതുപോലെ തന്നെ ഈ പ്രപഞ്ചവും നശിക്കും എന്നത് ശാസ്ത്രലോകം വരെ വളരെ കൃത്യമായി പ്രഡിക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പറയുന്ന, അതിൻ്റെ അവധിയെക്കുറിച്ച് അതുപോലെ തന്നെ അതിൻ്റെ കാലത്തെക്കുറിച്ച് എല്ലാം നമുക്കറിയാവുന്നതുപോലെ തന്നെ വിവരമില്ല എന്നുള്ളതോടൊപ്പം അതേസമയം ലോകം നശിക്കും എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ സ്വഭാവത്തിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. മനുഷ്യൻ്റെ ജനന മരണവുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കുന്നത് അള്ളാഹുവാണെന്നതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ അവസാനവും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, കൈഫ അൻഅമു, ഞാൻ എങ്ങനെയാണ് ഏറെ ആശ്വാസത്തോടു കൂടി, ഏറെ സന്തോഷത്തോടു കൂടി, ഏറെ ആശ്വാസത്തോടു കൂടി ഞാൻ ജീവിക്കുക. വസ്വാഹിബു സൂരി കദിൽ തകമൽ ഖർന വഹന ജബ്ഹതഹു വഅസ്ആ സംഅഹു യൻതിദറു മതാ യുമറു അയ്യൻഫു. അഥവാ ഞാൻ എങ്ങനെയാണ് ഏറെ ആശ്വാസത്തോടു കൂടി ജീവിക്കുക? കാരണം ഒരു മലക്ക് തലതാഴ്ത്തി പിടിച്ച് കാതു കൂർപ്പിച്ചിരുന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ടാൽ ഈ ലോകത്തിന് അവസാനം കുറിക്കാൻ സൂറന്ന കാഹളത്തിൽ ഊതാൻ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഏറെ ആശ്വാസത്തോടു കൂടി ഞാൻ എങ്ങനെ ജീവിക്കാനാണ് എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള പറയുകയുണ്ടായി. അപ്പോൾ അന്ത്യദിനം എപ്പോഴാണ്? ഇത് പലപ്പോഴും അള്ളാഹുവിൻ്റെ പ്രവാചകനോട്, പ്രവാചകൻ്റെ ചുറ്റുമുള്ള മുശ്രിക്കുകളായ ആളുകൾ വിശേഷിച്ച് നിരന്തരമായി നേരിട്ടും അല്ലാതെയും പലപ്പോഴും കളിയാക്കിയും ചോദിക്കാറുള്ള ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ പല സ്വഭാവത്തിൽ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാഹ, എപ്പോഴാണ് ഈ ലോകം അവസാനിക്കുക? അവർ നിന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ചോദ്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഫീമ അൻത മിൻ ദിക്റാഹ ഇലാ റബ്ബിക മുൻതഹാഹ, അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് താങ്കളുടെ അടുക്കലുള്ളത്? അത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കാര്യമല്ലേ? എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമ അൻത മുൻദിറു മൻ യഖ്ശാഹ, അങ്ങയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ലോകം അവസാനിക്കുമെന്നും പിന്നീടൊരു ലോകം വരാനുണ്ട് എന്നും ആ ലോകത്തേക്ക് നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നുമുള്ള മുന്നറിയിപ്പുകാരനാണ് അങ്ങ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മരണത്തിൻ്റെ അവധി അറിയാത്തതുപോലെ തന്നെ ഈ ലോകാന്ത്യത്തിൻ്റെയും അവധി നമുക്കാർക്കും പറയുക സാധ്യമല്ല. അത് പെട്ടെന്നാണ് സംഭവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ പലയിടത്തും പറയുന്നുണ്ട്. ലാ തഅതീകും ഇല്ലാ ബഅത്തൻ,
അത് വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഭദ്രമായ, ഇത്ര കെട്ടുറപ്പുള്ള ഈ പ്രപഞ്ച സംവിധാനം അങ്ങനെ പെട്ടെന്ന് എങ്ങനെയാണ് തകരുക എന്ന് പലപ്പോഴും നമ്മുടെ ലളിതയുക്തിയിൽ നമുക്കകത്ത് ഉയർന്നു വരാറുള്ള ചോദ്യമാണ്. ഇതിനും നമ്മുടെ മുമ്പിൽ ഒരുപാട് സമാനമായ സംഭവങ്ങൾ, അതിൻ്റെ ഒരുപാട് മിനിയേച്ചർ പലപ്പോഴും നമ്മുടെ കൊച്ചു കൊച്ചു ഭൂപ്രദേശങ്ങളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഘടനാ മാറ്റങ്ങൾ പലപ്പോഴും നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു വർഷം മുമ്പല്ലേ നമ്മുടെ ചുറ്റും വലിയ ഒരു ഉരുൾപൊട്ടലുണ്ടായത്. നമ്മൾ ആരെങ്കിലും ആലോചിച്ചതാണോ? നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. നല്ല കെട്ടുറപ്പുള്ള വീട്ടിൽ, അതുപോലെ തന്നെ ആരെയും ഒന്നും പേടിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി, അത്യാഹ്ലാദത്തോടു കൂടി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയ ആളുകൾ പുലരും, എന്നിട്ട് എണീക്കും, എന്നിട്ട് തങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും ആഹ്ലാദത്തോടു കൂടി തന്നെ പ്രവേശിക്കുമെന്ന കാര്യത്തിൽ അന്ന് കിടന്നുറങ്ങിയ ചൂരൽമലയിലുള്ള ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരം പുലരുന്നതിന് മുമ്പ് അർദ്ധരാത്രി ഏതാനും നിമിഷങ്ങൾ കൊണ്ട്, നിമിഷാർദ്ധം കൊണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും, ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഒരു ജനത 100-500ഓളം മനുഷ്യർ ഈ ലോകത്തിൽ നിന്ന് തന്നെ അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന കാഴ്ച നമ്മൾ കണ്ടതല്ലേ. പാതിരാവിൽ അതിൻ്റെ ഇരുട്ടിൽ അവർ നെട്ടോട്ടമോടുന്നു, കാട്ടാനയുടെ മുമ്പിൽ പെടുന്നു, കെട്ടിടങ്ങളുടെ മുമ്പിൽ കയറി നിൽക്കുന്നു, പരസ്പരം വാരിപ്പുണർന്ന മൃതദേഹങ്ങളും കസേരയിലിരിക്കുന്ന മൃതദേഹങ്ങളും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഉണരും മുമ്പേ മണ്ണോട് ചേർന്ന ഈ മനുഷ്യരുടെ ഈ ജീവിതാന്ത്യത്തെക്കുറിച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ നമ്മുടെ ഒരു സംവിധാനങ്ങൾക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അതിലേറ്റവും കൗതുകകരമായ കാര്യം, ആ ജനതയുടെ ജീവിതത്തെ മുഴുവൻ തുടച്ചു നീക്കിയത് അവരുടെ ആ പ്രദേശത്തിൻ്റെ രക്ഷാകവചം പോലെ അവർ കണ്ട പുഞ്ചിരിവട്ടം എന്ന് പറയുന്ന ഒരു മലയാണ്. ഞാൻ അവിടെ സന്ദർശിക്കുമ്പോൾ ഞാൻ ആ മലയിലേക്ക് നോക്കി. ഒരു മതില് പോലെ, ഒരു നാട് കാക്കുന്ന മതിലാണ്. ആ പർവ്വത നിരയാണ് അടർന്നു പോന്ന് ഒരു ജനതയുടെ ജീവിതത്തെ പൂർണ്ണമായും തട്ടിയെടുത്ത് ഒരു നിമിഷാർത്ഥം കൊണ്ട് നമ്മയൊക്കെ സ്തംഭിപ്പിച്ചത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, വതറൽ ജിബാല തഖ്സബുഹാ ജാമിദതൻ. നിങ്ങൾ പർവ്വതങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കത് വളരെ ഉറച്ചു നിൽക്കുന്നതായിട്ട് തോന്നും. ഖുർആൻ പറയുന്നുണ്ട്, വതറൽ ജിബാല തഖ്സബുഹാ ജാമിദതൻ വഹിയ തമുറു മർറ സഹാബ്. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉറച്ചതായി തോന്നുന്ന ആ പർവ്വതങ്ങൾ മേഘവാളികൾ പോലെ സഞ്ചരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. അത് ഒരു മേഘവാളി പോലെ അതും സഞ്ചരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യർ നനച്ചിരിക്കാത്ത ഒരു സന്ദർഭത്തിൽ നമുക്ക് ഒരു പക്ഷേ ഭാവനയിൽ കാണാൻ കഴിയാത്തതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം പോലെ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെയും അന്ത്യം, അതാണ് അനശ്വരമായ ജീവിതത്തിൻ്റെ തുടക്കം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അഫഅമിനു അൻ തഅതിയഹും വാശിയത്തുൻ മിൻ അദാബില്ലാഹി ഔ തഅതിയഹുമുസ് സഅതു ബഅതതൻ വഹും ലാ യശ്ഉറൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു ശിക്ഷ വന്നു വീഴുന്നതിനെ കുറിച്ച്, അതല്ലെങ്കിൽ അവരൊരിക്കലും നനച്ചിരിക്കാത്ത ഘട്ടത്തിൽ അവർക്ക് വളരെ പെട്ടെന്ന് അന്ത്യദിനം വന്ന് ചേരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ, ഈ ജീവിതത്തിൻ്റെ മത്താൾ, ഈ ഐഹികമായ നമ്മുടെ വർണ്ണ നിറഞ്ഞ ഈ കാഴ്ച ഉള്ള ഈ ലോകം ഇത് അവസാനിക്കുമെന്നും ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ട് എന്നും ആ ലോകത്തെ കൂടി എനിക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്നും നമ്മിൽ എത്ര പേരാണ് ചിന്തിക്കാറുള്ളത്? വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീനിൽ പറയുന്നില്ല, മാ യൻദുറൂന ഇല്ലാ സ്വൈഹത്തൻ വാഹിദത്തൻ തൗഖുദുഹും വഹും യഖസ്സിമൂൻ. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നാളെ ഈ അന്ത്യദിനം സംഭവിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, അവർ തർക്കിച്ചു കൊണ്ടിരിക്കുക ഒരു ഘോരമായ ശബ്ദം, അവർ ജീവിതത്തിൻ്റെ ബഹളമയമായ, നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരിക്കലും ഈ സെറ്റപ്പ്, ഈ ഘടന, ഈ ചട്ടക്കൂട് ഇതെത്രമാത്രം ഭദ്രമാണ്, ഇതെത്രമാത്രം അനശ്വരമാണ് എന്ന സ്വഭാവത്തിലാണ് നമ്മുടെ ആളുകൾ പലരും ജീവിക്കാറുള്ളത്. പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് മരിക്കണം എന്ന് ബോധം, എന്നിട്ടല്ലേ പ്രപഞ്ചം. എൻ്റെ ജീവിതം ഈ അവസാനിക്കാനുള്ളതാണ് എന്ന് പോലും മനുഷ്യർ ചിന്തിക്കാറില്ല. എൻ്റെ ജീവിതം മാത്രമല്ല, ഈ പ്രപഞ്ചവും യഥാർത്ഥത്തിൽ നശിക്കാനുള്ളതാണ്, അവസാനിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അവർ ബഹളമയമായി അവരുടെ ജീവിതം തള്ളി നീക്കുമ്പോൾ, അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘോര ശബ്ദത്തോടു കൂടി അവർ ചവിട്ടി നിൽക്കുന്ന മണ്ണ് അന്ത്യദിനത്തിന്റെ ഭാഗമായി തകരും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വേള പറഞ്ഞത്, അതിൻ്റെ ഒരു സമയത്തെക്കുറിച്ച് പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇന്നലെ ഒരുപാട് വചനങ്ങളുണ്ട്. അതിൽ പ്രവാചകൻ പറയുന്നുണ്ട്, ലാ തഖൂമു സഅതു വഖദ് നസറ റജുലാനി സൗബഹുമാ ബൈനഹുമാ ഫലാ യതബായഗാനിഹി വലാ യതവിയാനിഹി. അഥവാ രണ്ട്
രണ്ടുപേര് അവരുടെ കച്ചവടത്തിന്റെ ഭാഗമായി രണ്ടുപേര് ഒരു വസ്ത്രം നിവർത്തി എന്നിട്ടത് ചുരുട്ടി വെക്കാനോ അതല്ലെങ്കിൽ അത് കച്ചവടം ചെയ്യാനോ കഴിയും മുമ്പേ അന്ത്യദിനം സംഭവിക്കാം. എന്നിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, വലാ തഖൂമു സ്സാഅതു വഖദ് ഇൻസറഫ അർറജുലു ബിലബനി ലഖഹതിഹി ഫലാ യത്മഅഹു. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അകിടിൽ നിന്ന് പാല് കറന്നെടുത്ത് അത് കുടിക്കും മുമ്പേ ആ ലോകത്തിന്റെ അന്ത്യം സംഭവിക്കാം. വലാ തഖൂമു സ്സാഅതു വഹുവ യലീതു ഹൗലഹു ഫലാ യസ്ഖി ഫീഹി. ഒരാൾ ഒരു കുഴി കുഴിച്ച് അതിൽ വെള്ളം നിറച്ച് അതിൽ നിന്ന് കുടിപ്പിക്കും മുമ്പേ അന്ത്യദിനം സംഭവിക്കാം. അവസാനം പ്രവാചകൻ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, അവസാനം പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലാ തഖൂമു സ്സാഅതു വഖദ് റഫഅ ഉക്ലതഹു ഇലാ ഫീഹി ഫലാ യത്അമുഹാ. അഥവാ ഒരാൾ ഭക്ഷണം ഉരുള ഉരുട്ടി അത് അയാളുടെ വായിലേക്ക് വെക്കും മുമ്പേ അയാൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്ന് അയാൾ അന്യവൽക്കരിക്കപ്പെടുന്ന, ചിതറി എടുത്തെറിയപ്പെടുന്ന അന്ത്യദിനം സംഭവിച്ചേക്കാം എന്ന് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമുക്ക് ഒരുങ്ങാനുള്ള ഒന്നല്ല അന്ത്യദിനം, ഏത് നിമിഷവും സംഭവിക്കാനുള്ള ഒന്നാണ്. നമ്മുടെ മരണം പോലെ ഈ പ്രപഞ്ചത്തിന്റെ മരണവും സംഭവിക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതിന്റെ സാമൂഹ്യമായ അടയാളങ്ങളെ കുറിച്ചും അവസ്ഥകളെ കുറിച്ചും ഒക്കെ ഒരുപാട് ഹദീസുകളുണ്ട്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, പ്രവാചകൻ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അറാബികളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ അറാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട്, പ്രവാചകൻ നേരിട്ട ചോദ്യങ്ങളിൽ ചോദ്യമാണ് എപ്പോഴാണ് അന്ത്യദിനം എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയാക്കിയും ചോദിക്കാറുണ്ട്, അല്ലാതെയും ചോദിക്കാറുണ്ട്. ഒരു അറാബി വന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, മതസ്സാ, അള്ളാഹുവിന്റെ പ്രവാചകരെ എപ്പോഴാണ് അന്ത്യദിനം എന്ന്. ആ ഘട്ടത്തിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നത്, ഫൈദാ ഉയ്യഅത്തിൽ അമാനതു ഫന്തദിരി സാ. എപ്പോഴാണ് യഥാർത്ഥത്തിൽ അയാളിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെടുന്ന കാര്യം, അഥവാ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു അമാനത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം അതിൽ വീഴ്ച വരുത്തുന്നത് എപ്പോഴാണോ അപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക എന്ന്. ഓരോരുത്തരും അവരുടെ അമാനത്തിൽ വീഴ്ച വരുത്തുന്ന ഒരു ഘട്ടം വരുമ്പോഴാണ് അയാളെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് അവസാനിക്കുക എന്ന് പറയുമ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് അമാനത്തിലുള്ള ഇലായത്ത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദിരിസാ. കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവരല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു ഘട്ടം നമുക്കെല്ലാവർക്കും അറിയാം. കാര്യങ്ങൾ അർഹതപ്പെട്ടവരിലേക്കല്ലാതെ ഈ ഭൂമിയിലെ സാമൂഹ്യ വ്യവഹാരങ്ങളുടെ, സാമൂഹ്യ ജീവിതത്തിലെ കാര്യങ്ങൾ അർഹതപ്പെട്ടവരല്ലാത്തവരിലേക്ക് ഏൽപ്പിക്കപ്പെടുന്ന ഒരു കാലം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നുണ്ട്. ഒരിക്കൽ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഹബു ദുനിയ ഹത്താ യഅതിയ അലന്നാസി സമാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ദുനിയാവ് നീങ്ങുകയില്ല, അല്ലെങ്കിൽ ഈ ലോകം അവസാനിക്കുകയില്ല, ഏതുവരെ? ഹത്താ യഅതിയ അലന്നാസി സമാൻ, ഒരു കാലം നിങ്ങൾക്ക് വന്നു ചേരും. ആ കാലത്തിന്റെ പ്രത്യേകത, ലാ യദ്രി അൽ ഖാതിലു ഫീമ ഖതല വലാ യദ്രി അൽ മഖ്തൂലു ഫീമ ഖുതില. ഒരു കൊന്ന അഥവാ കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനാണ് കൊന്നത് എന്ന്, കൊല്ലപ്പെട്ടവൻ അറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്ന്, കൊല്ലുന്നവന് കൊന്നത് എന്തിനാണ് എന്നും കൊല്ലപ്പെട്ടത് എന്തിനാണ് എന്നും അറിയാത്ത ഒരു കാലം വരും. അത് അന്ത്യദിനത്തിന്റെ കൂടി കാലമാണ്. ആ ഘട്ടത്തിൽ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, കൈഫ യകൂനു ദാലിക, അല്ലാഹുവിന്റെ റസൂലേ അതെങ്ങനെയാണ് സംഭവിക്കുക? പ്രവാചകൻ പറഞ്ഞു, അൽ ഹറജു അൽ ഖാതിൽ വൽ മഖ്തൂൽ ഫിന്നാർ. അത് കലാപമാണ്. കലാപങ്ങളുടെയും കൂട്ടക്കുരുതിയുടെയും ഒരു തത്വവും ഒരു ധർമ്മവും ഒരു നീതിയുടെയും മാനദണ്ഡത്തിലല്ലാതെ കലാപങ്ങളുടെയും കൂട്ടക്കൊലയുടെയും കൂട്ടക്കുരുതിയുടെയും ഒരു നാള് പറക്കുമ്പോൾ, ആ നാള് പറന്നു കഴിഞ്ഞാൽ, അങ്ങനൊരു ലോകം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അതും അന്ത്യദിനത്തിന്റെ അടയാളമായി പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ തഖൂമുസ് സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല, ഹത്താ യതഖാറബസ് സമാൻ. ആ കാലത്തിന്റെ പ്രത്യേകത, കാലം ചുരുങ്ങും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ കാലം ചുരുങ്ങും. അങ്ങനെ വരുമ്പോഴാണ് ലോകം അവസാനിക്കുക. ഫതകൂന സനത കശ്ശഹർ, ഒരു വർഷം ഒരു മാസം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇന്നലെ മിഞ്ഞാന്നല്ലേ വാർഷികം കഴിഞ്ഞത്, വീണ്ടും ഒരു വർഷം തികഞ്ഞോ? നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, ഉപ്പ മരിച്ചിട്ട് അല്ലെങ്കിൽ ഇന്നാള് പോയിട്ട് ഒരു വർഷമായോ? ആ അർത്ഥത്തിൽ കാലം ചുരുങ്ങും, ഒരു വർഷം ഒരു മാസമായി ചുരുങ്ങും. വയകൂന ശഹ്റു കൽ ജുമുഅ, അതുപോലെ തന്നെ ഒരു മാസം എന്ന് പറയുന്നത് ഒരാഴ്ചയായി ചുരുങ്ങും. വതകൂനുൽ ജുമുഅതു കയൗമിൻ, അതുപോലെ തന്നെ ഒരു ആഴ്ച എന്ന്
പറയുന്നത് ഒരു ദിവസം പോലെ സമയം മതിയാകാതെ വരും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ദിവസം എന്ന് പറയുന്നത് മണിക്കൂർ തീ പിടിച്ച പോലെ ആയിരിക്കും. തീ പിടിച്ച പോലെ ആയിരിക്കും. മണിക്കൂർ കഴിഞ്ഞു പോകുന്നത് തീ പിടിച്ച പോലെ. എത്ര പെട്ടെന്നാണ് ഒരു ദിവസം കഴിയുന്നത് എന്ന പോലെ കാലം ചുരുങ്ങുമ്പോൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകം, മനുഷ്യൻ മരിക്കുന്ന പോലെ ലോകവും അവസാനിക്കും. ഇതെന്തിനാണ് ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്? ഇത് ഖുർആൻ പഠിപ്പിക്കുന്നത് അനശ്വരമായ പരലോക ജീവിതത്തെ മുൻനിർത്തി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനാണ്. ശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർളി വമാ അംറുസ്സാഅതി ഇല്ലാ കലംഹിൽ ബശർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, ഗൈബുസ് സമാവാതി വൽ അർളി അല്ലാഹുവിന്റെ അടുക്കലുള്ളതാണ്. അദൃശ്യങ്ങൾ നമുക്കറിയൂല, അതല്ല ഈമാൻ എന്ന് പറയുന്നത്. അറിയാത്തതിലുള്ള വിശ്വാസത്തിനാണ് ഈമാൻ എന്ന് പറയാ. വമാ അംറുസ്സാഅതി ഇല്ലാ കലംഹിൽ ബശർ. ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയമാണ് അന്ത്യദിനം എന്ന് പറയുന്നത്. കണ്ണടച്ച് തുറക്കുന്ന, കണ്ണിമ വെട്ടുന്ന ഒരു സമയം. അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുത്, അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്തത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിനൊക്കെ കഴിവുള്ളവനാണ് നിന്റെ നാഥൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അന്ത്യദിനത്തിന്റെ ഭീകരാവസ്ഥയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ജീവിതത്തിൽ അതിനെക്കുറിച്ച് കരുതലില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജ് ഓതി തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മളൊക്കെ പാരായണം ചെയ്യാറുള്ള സൂക്തമല്ലേ സൂറത്ത് ഹജ്ജ്. ഓതി തുടങ്ങുന്നത് ലോകാന്ത്യത്തെ കുറിച്ച് നമ്മളെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന ദൽസലത്ത സാഅത്തി ശൈഉൻ അളീം. ആ ഭയാനകമായ സംഭവം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതോ അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം. ആ ഭയാനകമായ സംഭവം തീർച്ചയായിട്ടും അതൊരു വലിയ സംഭവമാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, യൗമ തറൗനഹാ തസ്ഹലു കുല്ലു മുർളിഹത്തിൻ അമ്മാ അർളഅത്. അഥവാ ആ കാലത്തിന്റെ, അല്ലെങ്കിൽ അന്ത്യദിനം ഒരു നിമിഷാർദ്ധം കൊണ്ട്, ഒരു കണ്ണിമ വെട്ടുന്ന സമയം കൊണ്ട് അന്ത്യദിനത്തിന്റെ പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മാറോട് പിടിച്ച്. മുർളിഹത്ത് എന്ന് പറഞ്ഞാൽ പാല് കൊടുക്കുക എന്നുള്ള മാത്രം അർത്ഥത്തിലല്ല, മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചോടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാറോട് ചേർത്ത് പിടിച്ച്, മുർളിഹത്ത് എന്ന് പറയുമ്പോൾ മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മ തൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഓടുന്ന, ഗർഭിണികൾ പ്രസവിക്കുന്ന, അതുപോലെ തന്നെ ആളുകൾ മസ്ത് പിടിച്ച പോലെ ചവിട്ടുറക്കാതെ പോകുന്ന. ഭൂമി ഇളകിയാൽ നമ്മൾ എവിടെ ചവിട്ടി നിൽക്കാനാണ്? ഭൂമി പിളർന്നാൽ നമ്മൾ എവിടെ ചവിട്ടി നിൽക്കാനാണ്? അങ്ങനെ ചവിട്ട് ഉറക്കാത്ത വലാകിന്ന അദാബല്ലാഹി ശദീദ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഖുർആനിലെ ഒരുപാട് വചനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭൂമി തലകീഴായി മറിയുന്ന, അതുപോലെ തന്നെ സൂര്യൻ പടിഞ്ഞാറുദിക്കുന്ന, തിരമാലകൾക്കിടയിൽ ഉലയുന്ന കപ്പല് പോലെ ഭൂമി ആടി ഉലയുന്ന എന്നൊക്കെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ. ഭൂമി പ്രകമ്പനം കൊള്ളുന്ന എന്നാണ് ഖുർആൻ പറഞ്ഞത്. അഖ്റജത്തിൽ അർദു അസ്ഖാലഹ. ഭൂമി അതിനകത്തുള്ള ഭാരം പുറത്തേക്ക് എടുത്തിട്ടാൽ, ഭൂമിക്കകം നമുക്ക് എല്ലാവർക്കും അതിൻ്റെ ശാസ്ത്രീയമായ പഠനം തന്നെ നമ്മിൽ പല ആളുകളും നടത്തുന്നതാണ്. പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ വഖാലൽ ഇൻസാനു മാലഹ. മനുഷ്യൻ സ്തംഭിച്ചു നിന്നിട്ട് അവൻ ചോദിച്ചു പോകും, ഇതെന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. വതസീറുൽ ജിബാലു സൈറ. പർവ്വതങ്ങൾ ചലിച്ചു തുടങ്ങും. വബുസ്സത്തിൽ ജിബാലു ബസ്സ. പലതുമായും കൂട്ടിയിടിച്ച് പൊടിക്കപ്പെടും. ഈ പ്രപഞ്ച ഘടന എത്ര സിസ്റ്റമാറ്റിക് ആണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ ഘടനയിൽ ഒരു വിള്ളലുണ്ടാകുമ്പോഴേ ലക്ഷക്കണക്കിന് കോടാനുകോടി ഗോളങ്ങൾ യഥാർത്ഥത്തിൽ അവയ്ക്ക് നിശ്ചയിക്കപ്പെട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭ്രമണപഥത്തിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ട്രാഫിക് ജാം നിങ്ങൾക്കറിയാലോ, സിഗ്നൽ ഒന്ന് തെറ്റിയാൽ നമ്മുടെ റോഡിൽ കാണുന്ന ട്രാഫിക് ജാം എത്രയാണ്. നേരെ മറിച്ച് ധാരാളക്കണക്കിന് ഗോളങ്ങൾ, ഭാരമുള്ള ഭൂമിയേക്കാളൊക്കെ വലുതായ ഗോളങ്ങളുടെ ഭ്രമണപഥങ്ങളിൽ നിന്ന് ഒരു നിമിഷം അതിൻ്റെ ആ ക്രമം ഒന്ന് തെറ്റിയാൽ എന്താണ് ലോകത്ത് സംഭവിക്കുക എന്ന് നമുക്കൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ചേ ഖുർആൻ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അൽ ഖാരിയത്തു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ. നമുക്കൊക്കെ അറിയുന്ന ആയത്താണ്. ഭയാനകമായ സംഭവം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നിട്ട് നിനക്കറിയുമോ ആ ഭയാനകമായ സംഭവം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നത് യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ്. ശലഭങ്ങളെ പോലെ,
തീക്ക് ചുറ്റും പാറിപ്പറക്കുന്ന ശലഭങ്ങളെ പോലെ മനുഷ്യന്മാർ നെട്ടോട്ടമോടും. വ്യത്യസ്ത നിറങ്ങളുള്ള പഞ്ഞി ധൂളി പോലെ പർവ്വതങ്ങൾ ചിതറിത്തെറിക്കും. കാരണം ഓരോ പർവ്വതങ്ങൾക്കും ഓരോ വർണ്ണങ്ങളാണ്. ആ വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പർവ്വതങ്ങൾ ധൂളികളെ പോലെ പാറിപ്പറക്കുന്ന, കടല് കരയോട് കയറുന്ന, ഖുർആൻ പറയുന്നുണ്ട് വൈദൽ ബിഹാർ ഫുജ്ജിറത്ത്, കടല് കരയോട് കയറുന്ന, വൈദൽ ബിഹാർ സുജ്ജിറത്ത് എന്ന് മറ്റിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. കടല് കത്തുന്ന. കടല് കത്തുവോ എന്ന് ചോദിച്ചാൽ കടല് കത്താലോ. കാരണം എന്താണ് വെള്ളത്തിന്റെ യഥാർത്ഥത്തിലുള്ള രാസഘടന എന്ന് പറയുന്നത്? H2O ആണ്. ഹൈഡ്രജനും പിന്നെ ഓക്സിജനുമാണ്. ഒന്ന് കത്താവുന്നതും മറ്റൊന്ന് കത്തിക്കാവുന്നതുമാണ്. അതിന്റെ രാസഘടനയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മഹാദൃഷ്ടാന്തം കണക്കെ, ആയാത്ത് കണക്കെ നമുക്കുള്ള ജീവജലമാക്കി മാറ്റുകയാണ്. അഗ്നിയെ തകർക്കുന്നത് യഥാർത്ഥത്തിൽ അഗ്നിയായി രൂപപ്പെടാൻ പറ്റുന്ന മെറ്റീരിയൽ കൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു ആ രാസഘടനയിൽ ഒരു മാറ്റം വരുത്തിയാൽ നടക്കാവുന്നതാണ് കടല് കത്ത്. കടല് കത്തുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇദൽ ബിഹാറു സുജ്ജിറത്ത്, കടല് കത്തുന്ന, ആകാശം ചുരുണ്ടുപോകുന്ന, ഇദശംസു കുവ്വിറത്ത്, ഇതെല്ലാം ഇതൊരു അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കെ, വ്യവസ്ഥാപിതമായി കറങ്ങിക്കൊണ്ടിരിക്കെ അതിന്റെ താളം തെറ്റിയാൽ വളരെ ഭംഗിയായി സംഭവിക്കാവുന്ന കാര്യമാണ്. അതിന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു എന്നേ ഉള്ളൂ. ഇദശംസു കുവ്വിറത്ത്, സൂര്യൻ ചുരുട്ടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ സൂര്യൻ അണഞ്ഞു പോകുന്ന എന്ന് തുടങ്ങിയുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. വൈദൽ നുജൂമൻ ഖദറത്ത്, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന. വൈദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങൾ ചലിക്കുന്ന. വൈദൽ ഇഷാർ ഉത്തിലത്ത്, വൈദൽ വുഹൂഷു ഹുശിറത്ത്, വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂടുന്ന. ഞാനിങ്ങനെ ആലോചിച്ചത്, ചൂരൽമല സംഭവം നടന്നപ്പോൾ ഒരു കാട്ടാനയുടെ മുമ്പിൽപ്പെട്ട ഒരു കുടുംബത്തെ കുറിച്ച് പത്രങ്ങളിൽ വന്നിരുന്നു. കാട്ടാനയുടെ മുമ്പിൽപ്പെട്ട കുടുംബം, വലിയൊരു കുടുംബം. ആ കാട്ടാന ഒന്നും ചെയ്തില്ലാണ്. ആ സന്ദർഭത്തിൽ വൈദൽ വുഹൂഷു ഹുശറത്ത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അഥവാ വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭം. അങ്ങനെയുള്ള ആ ഒരു നിമിഷം കൊണ്ട് പ്രപഞ്ചഘടന തകരുന്ന, ഭൂമി പ്രകമ്പനം കൊള്ളുന്ന, ധൂളികൾ കണക്കെ പർവ്വതങ്ങൾ പാറിപ്പറക്കുന്ന, കടല് കരകവിയുന്ന, കടല് കത്തുന്ന, നക്ഷത്രങ്ങൾ അണഞ്ഞു പോകുന്ന, ആകാശം പിളർത്തപ്പെടുന്ന ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നത് ആ കാലത്ത് നമ്മൾ കാത്തിരിക്കാനാണ്. ആ കാലത്തെക്കുറിച്ച് ജാഗ്രതയുണ്ടാവാനാണ്. ആ കാലം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന ദുന്യാവിൻ്റെ നശ്വരത മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കാനാണ്. ഇതിനുശേഷം ഇതൊക്കെ ചെയ്യുന്ന അള്ളാഹുവിനൊരു പുനരുദ്ധാന നാള് സാധ്യമാണ് എന്ന് നമ്മൾ പഠിപ്പിക്കാനാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ സൂറത്തുർ റഹ്മാനിൽ, യാ മാശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതാതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. നിങ്ങൾക്ക് കഴിയോ അള്ളാഹു നിശ്ചയിച്ച ഈ ചട്ടക്കൂടിനെ മറികടക്കാൻ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് മറികടക്കുന്നത് കാണട്ടെ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളെ നമ്മുടെ മുമ്പിൽ അനുസ്മരിച്ചുകൊണ്ട്. അപ്പോൾ മനുഷ്യൻ എവിടെയാണ് അഭയം എന്ന് ചോദിക്കുന്നൊരു കാലം. ഇൻസാൻ യൗമഇദിൻ ഐനൽ മഫർ, മനുഷ്യൻ എവിടെയാണ് അഭയം എന്ന് ചോദിക്കുന്ന കാലം. ഖുർആൻ തന്നെ പറയുന്നുണ്ട് കല്ലാ ലാ വദർ, ഒരഭയവും നിനക്ക് കിട്ടാനില്ല എന്നാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് ഇലാ റബ്ബിക യൗമഇദിൻ മുസ്തഖർ, അന്ന് നീ നിന്റെ നാഥന്റെ മുമ്പിൽ നിർത്തപ്പെടുമെന്നാണ്. നീ നിന്റെ നാഥന്റെ മുമ്പിൽ നിർത്തപ്പെടും, നിനക്കൊരു അഭയവും കിട്ടാനില്ല. എന്നിട്ട് പറയുന്നുണ്ട് യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വ അഖർ, മനുഷ്യന് അവൻ മുന്നേ ചെയ്തു പോയതും പിന്നെ ചെയ്തു പോയതുമായ എല്ലാ കാര്യങ്ങളും അവന്റെ മുന്നേ ഹാജരാക്കപ്പെടുമെന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ലോകം, അങ്ങനെ ഒരു കാലം, ഞാൻ ഇന്ന് മരിച്ചു നാളെ അന്ത്യദിനം പറയാൻ പറ്റില്ല, ഞാൻ അങ്ങനെ മരിച്ചാൽ അന്ത്യദിനത്തെ തുടർന്ന് അങ്ങനെ ഒരു വിചാരണയുടെ കാലം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കാൻ. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വഖ്ശൂ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈആ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങളൊരു ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടണം. ആ ദിവസത്തിന്റെ പ്രത്യേകത ബാപ്പാക്ക് മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ദിവസമാണ്. മക്കൾക്ക് ബാപ്പാക്കും എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ദിവസമാണ്. അത് അള്ളാഹുവിൻ്റെ വാഗ്ദ പുലരുന്ന ദിവസമാണ്. ഇത് അള്ളാഹിന്റെ വാഗ്ദ നമ്മോട് പറയാണ്. അപ്പൊ അള്ളാഹ് നമ്മുടെ മുന്നറിയിപ്പ് തരാണ്, അത് പുലരുന്ന ദിനം വരാനുണ്ട് എന്ന കരുതി വെപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇതൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ടത് നമ്മൾ ആ ദിനത്തിന്, ആ ഒരു മരണത്തിന് നമുക്ക് പറയാൻ കഴിയാത്ത നമ്മുടെ മരണത്തിന്റെ ഡേറ്റ്, നമുക്കറിയാൻ കഴിയാത്ത ലോകത്തിന്റെ അന്ത്യം. അതുകൊണ്ട് ജീവിതം നശ്വരമാണ്, ജീവിത വിഭവങ്ങളും നശ്വരമാണ്, ഈ പ്രപഞ്ചവും നശ്വരമാണ്.
അനശ്വരമായ ലോകത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. ഞാൻ ഓതി വെച്ച നമുക്ക് നന്നായിട്ട് അറിയുന്ന രണ്ട് ചെറിയ അധ്യായങ്ങൾ, ഇതാ സുൽസാലഹ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ കൊച്ചു അധ്യായമാണ്. അത് അവസാനിക്കുന്നത് എങ്ങനെയാണ്? യൗമൈദി യസ്തുറുൻ നാസു അസ്താത്തൻ ലിയുറവ അഅ്മാലഹും ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുത്തൂക്ക നന്മയുള്ളവന് അന്ന് അവൻ്റെ പ്രതിഫലം കിട്ടും, അണുത്തൂക്കം തിന്മയുള്ളവന് അതും അവന് കാണും. അപ്പം അതാണ് ഇതിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അണുത്തൂക്കം, അപ്പം നന്മ കൊണ്ടൊരു അണുത്തൂക്കമെങ്കിലും മികവ് പുലർത്താനുള്ള പരിശ്രമത്തിൻ്റെ പേരാണ് വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത്. അൽക്കാരിയത്തും അൽക്കാരിയ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ സൂക്തവും യഥാർത്ഥത്തിൽ ഫഅമ്മാമൻ സഖുലത്ത് മവാസീനുഹു ഫഹു ഫീ ഇശത്തിർ റാദിയ. ആർക്ക് അയാളുടെ ത്രാസിൽ അയാളുടെ അമൽ വർദ്ധിച്ചുവോ അവന് സന്തോഷകരമായ ജീവിതമാണ്. ഫഅമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ തൂക്കം കുറഞ്ഞുവോ ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാഹിയ നാറുൻ ഹാമിയ, അവന് നരകമാണ്. അപ്പൊ ഇതൊക്കെ അള്ളാഹ് നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് മുന്നറിയിപ്പാണ്, അലാറമാണ്, നിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്, നിങ്ങൾ കരുതാൻ വേണ്ടിയിട്ടാണ്. പ്രിയമുള്ളവരെ, ഇത് ഷഅബാനാണ്, വരാനിരിക്കുന്നത് റമദാനാണ്. നമ്മൾ പറഞ്ഞ വിഷയം ഇവിടെ തീരൂല, നമുക്ക് പിന്നെയും തുടരാം. അതേസമയം നമ്മൾ റമദാനിലേക്ക് പോവുകയാണ്. ഞാൻ പറയുക, ഷഅബാന്റെ പ്രത്യേകത എന്താണ്? ഷഅബാൻ ഒരുങ്ങുന്ന മാസമാണ്. റമദാനിന്റെ പ്രത്യേകത എന്താണ്? റമദാൻ കൊയ്ത്ത് നടത്തുന്ന മാസമാണ്. ഷഅബാൻ നമ്മൾ ഒരുങ്ങുന്ന മാസമാണ്. പൊടുന്നനെ ചെന്നിട്ട് നിങ്ങൾ റമദാനിലേക്ക് വീഴരുത്. നിങ്ങൾ ഷഅബാൻ ഒരുങ്ങണം, ഞാൻ ഒരുങ്ങണം. എനിക്ക് അടുത്ത റമദാൻ തുടങ്ങിയാൽ എൻ്റെ 30 ദിവസത്തെ ഞാൻ പ്ലാൻ ചെയ്യണം. എപ്പോൾ പ്ലാൻ ചെയ്യണം? ഇപ്പൊ പ്ലാൻ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഅബാനിൽ ഒരുങ്ങാറുണ്ടായിരുന്നു. എന്തിനാണ്? നമ്മുടെ എല്ലാ കാര്യങ്ങളെയും പരമാവധി ഷഅബാനിലേക്ക് വലിക്കുക, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് നീക്കുക. റമദാൻ ഞാനും എൻ്റെ നാഥനും തമ്മിൽ ഒരുപാട് സമയം ചെലവഴിക്കാനുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് റമദാൻ ഒരുങ്ങാനുള്ളതല്ല, ഷഅബാൻ ഒരുങ്ങാനുള്ളതും റമദാൻ നേടാനുള്ളതുമാണ്. അപ്പോൾ ആ ഒരർത്ഥത്തിൽ നമ്മൾ മരണത്തെക്കുറിച്ചും മരണാനന്തരത്തെക്കുറിച്ചും ബർസഖിയായ ജീവിതത്തെക്കുറിച്ചും ലോകാന്ത്യത്തെക്കുറിച്ചും നമ്മളൊരു കഥ പോലെ കേൾക്കാനല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നറിയിപ്പാണ് എന്ന തിരിച്ചറിവോടുകൂടി ജീവിതത്തെ വീണ്ടെടുക്കാനുള്ള അവസരമാണ്. ആ ഒരർത്ഥത്തിൽ കരുതലോടുകൂടി ജീവിതത്തെ സമീപിക്കാൻ, ആഖിറത്തിനെ മുൻനിർത്തി ജീവിതത്തെ പുനഃസംവിധാനിക്കാൻ, അതിന് നമ്മുടെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ റമദാനിനെ ധീരമായി ഉപയോഗപ്പെടുത്താൻ പടച്ച റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.